ചൈനീസ് വെബ്സൈറ്റുകളിൽ നിന്ന് അമേരിക്കക്കാർ ഓർഡർ ചെയ്ത സാധനങ്ങൾ പലതും ട്രംപ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല വിമാനത്താവളങ്ങളിലും കെട്ടിക്കിടക്കുകയാണ്. പുതിയതായി ഓർഡർ ചെയ്ത പല സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ അവസ്ഥ പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ജനരോഷം ശക്തമായ സാഹചര്യത്തിൽ ഇറക്കുമതി ചുങ്കത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. ചൈനീസ് ഓൺലൈൻ സൈറ്റുകളായ ഷീൻ, ടെമു എന്നിവയിൽ നിന്ന് ഓർഡർ ചെയ്തവരാണ് ശരിക്കും വെട്ടിലായിരിക്കുന്നത്. ഇറക്കുമതി ചുങ്കത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ ഇളവ് അനുവദിക്കാനാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. അമേരിക്കയിലെ വ്യാപാര സമൂഹം ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധം പ്രകടിപ്പിക്കുകയുണ്ടായി. 48 മണിക്കൂർ മാത്രം സമയം അനുവദിച്ചുകൊണ്ടാണ് ട്രംപ് ഇറക്കുമതി ചുങ്കം ഉയർത്തിയ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് പുതിയ സാഹചര്യത്തിൽ ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നുമുള്ള പാഴ്സലുകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിയിട്ടുമുണ്ട്. ന്യൂയോർക്കിലെ ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിൽ 10 ലക്ഷത്തോളം പാഴ്സലുകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. വിക്ടോറിയ അലോറി എന്ന ടിക്ടോക്ക് ഉപഭോക്താവ് ചൈനയിലെ പ്രമുഖ സ്ഥാപനമായ മെഷ്കിയിൽ നിന്ന് താൻ ഓർഡർ ചെയ്ത തുണിത്തരങ്ങൾക്ക് വൻതോതിൽ നികുതി നൽകേണ്ടി വന്നതിനെക്കുറിച്ച് പരാതിപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. $304 പകരം തനിക്ക് $441.88 നൽകേണ്ടി വന്നുവെന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ചൈനയിലെ പല പ്രമുഖ കമ്പനികളും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് പുതിയ അധിക നികുതി കൂടി ചേർത്തതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഒരു നൂറ്റാണ്ട് മുമ്പ് അമേരിക്കയിൽ പ്രാബല്യത്തിൽ വന്ന നിയമപ്രകാരം $800 കുറഞ്ഞ വിലയുള്ള സാധനങ്ങൾ അമേരിക്കയിലേക്ക് നേരിട്ട് വ്യക്തികൾക്കും കപ്പൽ വഴിയാണ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ അതിന് നികുതി നൽകേണ്ടതില്ല. ചൈനയിലെ പല പ്രമുഖ കമ്പനികളും ഈ സംവിധാനം മുതലെടുത്ത് അമേരിക്കയിലേക്ക് വൻതോതിൽ ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്കുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ തോത് 2018 $5.3 ബില്യൺ ആയിരുന്നു. എന്നാൽ 2023 ഇത് $66 ബില്യൺ ഉയരുകയുണ്ടായി. വാൾമാർട്ടും ആമസോണും പോലെയുള്ള വൻകിട സ്ഥാപനങ്ങളുടെയും ട്രംപിന്റെ തീരുമാനം വലിയ തോതിൽ ദോഷകരമായി ബാധിച്ചിരുന്നു. തുണിത്തരങ്ങൾ മാത്രമല്ല, മറിച്ച് വൻതോതിൽ ഇലക്ട്രോണിക് സാധനങ്ങളും ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിർത്തികളിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാൻ സേനക സാന്നിധ്യം ശക്തമാക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മെക്സിക്കോയും കാനഡയും അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചത് നടപ്പിലാക്കുന്ന 30 ദിവസത്തേക്ക് നിർത്തിവെക്കുകയുണ്ടായി.